ഹായ് ഹലോ. വളരെ നേരത്തെയാണെന്നറിയാം. അതായത് ഓണം കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസം ആവാനായിന്നറിയാം. എന്നാൽ ഇപ്പോഴാണ് ടൈം കിട്ടിയത് കേട്ടോ. അപ്പം നമ്മൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് കുറച്ച് അധികം ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കളറാക്കാന്ന് എഴുതിയിട്ട് ഇവർക്കുള്ള മുണ്ടൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള അപർണ എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെയാണ് പോയത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് കുപ്പിവള പോലെ തോന്നിക്കുന്ന കുറച്ച് പ്ലാസ്റ്റിക് വളകൾ കിട്ടിയിട്ടോ. കാരണം ഞാൻ ഇപ്രാവശ്യം റെഡ് കോസ്റ്റ്യൂമിലാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് അധികം സാധനങ്ങൾ തന്നെ വാങ്ങാൻ പോയിട്ടുണ്ട്. നോർമലി വീട്ടിലേക്കുള്ള ഗ്രോസറീസും പിന്നെ നമ്മൾ ഓണം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഗ്രോസറീസ് കേട്ടോ. അപ്പോൾ ഒരു മിനിറ്റ് നേരത്തേക്ക് ഞാനും പാത്തുനിന്ന് മാറിയപ്പോൾ അവിയലിന് മുറിച്ച് വെച്ച സാധനങ്ങളെല്ലാം എടുത്ത് 2 കുക്കറോളം സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആശാമാർ. അപ്പോൾ ഇവരായിരുന്നു സാമ്പാറും ചോറും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരാണ് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ മുറിച്ച് തന്ന് ഈ പരുവാക്കിയത് കേട്ടോ. പിന്നെ ആശാൻ കഷ്ണങ്ങളൊക്കെ മുറിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ പരിപാടിക്ക് നിന്നപ്പോൾ തന്നെ ഇവർ ആദ്യമേ ഞങ്ങൾക്ക് നെഗറ്റീവ് അടിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ഓഫ് ഇന്ത്യന്നോ മറ്റോ ഫുഡ് ഓർഡർ ചെയ്യാം, അല്ല നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ 10 കൂട്ടണമൊന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ റിസയ്ക്കാണെങ്കിൽ വർക്കുള്ളതുകൊണ്ട് ഓളും ഉണ്ടായിരുന്നില്ല, മെയിൻ ഷെഫാണല്ലോ. പിന്നെ ഞാനും പാത്തും കൂടി യൂട്യൂബൊക്കെ നോക്കി ഞാനൊരു 3 എണ്ണം ഓളൊരു 7 എണ്ണമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിട്ടോ. ഓളും ഒരു മെയിൻ ഷെഫാണ്. തലേന്ന് രാത്രി തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചോണ്ട് രാവിലെ പായസം ഉണ്ടാക്കുന്ന പണി ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ നിഹാല് രാവിലെ തന്നെ പോയി ഉണ്ടാക്കി. പിന്നെ ചോറ് വെക്കണ പണി ഉണ്ടായിരുന്നു, അത് പിന്നെ അർഷാദും ഉണ്ടാക്കിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും റെഡിയായി ഒരു ഉച്ചയായപ്പോഴേക്കും തന്നെ ഞങ്ങൾ ഫുഡിങ് പരിപാടിയിലേക്ക് കിടന്നു കേട്ടോ. ഇന്നലെ രാത്രി തന്നെ ഫുഡ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് എന്തുകൊണ്ടും വളരെ മികച്ചൊരു പരിപാടിയായിരുന്നു. ബിക്കോസ് രാവിലെ എല്ലാവരും ലേറ്റ് ആയിട്ട് എണീറ്റത്. പക്ഷെ ഫുഡ് ഞങ്ങൾ വിചാരിച്ച പോലെയല്ല ഗൈസ്, ഞങ്ങളൊരു കില്ലാടി തന്നെ. ഇനി ഒരു കാറ്ററിംഗ് പരിപാടിയൊക്കെ വന്ന് ഏറ്റെടുത്ത് നടത്താം. ഇപ്പം തന്നെ ഒരു 10 പേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കിയത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പുറത്ത് ഏറ്റവും അടുത്തുള്ള ഒരു പാർക്കിൽ പോയി കുറച്ച് ഔട്ട്ഡോർ പരിപാടികൾ ചെയ്യാന്നുള്ളതായിരുന്നു. ഔട്ട്ഡോർ പരിപാടികൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് വാട്ടർ ബലൂൺ, പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള ഒരു കയറ് വെച്ചിട്ടൊരു വടംവലി, അതിന് കുറച്ച് ഗിഫ്റ്റുകൾ, പിന്നെ ഞാൻ തന്നെ എൻ്റെ കലാവിരുദ്ധ വരച്ചെടുത്ത സുന്ദരിക്ക് പൊട്ട് തൊടലും. അതിൻ്റെ ഇടയിൽ ആദ്യം തന്നെ ഞാൻ തട്ടിക്കൂട്ടിയൊരു റീൽസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിഹേഴ്സലൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവരെല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പരിപാടി നടത്തുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. എന്തായാലും 4 വഴിക്കായതുകൊണ്ട് തന്നെ റീൽസ് പുറത്തിറക്കാൻ പറ്റുന്ന വിധത്തിലായിരുന്നില്ല. എന്നാലും ഒപ്പിച്ചു കൂട്ടി എന്തൊക്കെയോ നടത്തി. അതിനുശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ സെക്ഷൻ പരിപാടികളിലായിരുന്നു. ഫുൾ ക്യാൻഡിഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം നമ്മളെ കൂട്ടത്തിൽ ഒരു ക്യാമറാമാൻ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഫോട്ടോസ് കുറച്ച് കളറാണ് കേട്ടോ. വാട്ട് എവർ, അതിനെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ആക്ടിവിറ്റിയിലേക്ക് കടന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഞാൻ വരച്ചെടുത്ത എൻ്റെ കലാവിരുത്തിൽ ഞാൻ കാണിച്ചിട്ടുള്ള സുന്ദരിക്കുള്ള പൊട്ടുതൊടൽ പരിപാടിയായിരുന്നു. സുന്ദരിയാണ് ആ ചുമലിലിരിക്കുന്നത്. ഇപ്പൊ എന്താ ഉണ്ടായേ? നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇത് നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? നീ സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇതൊക്കെ എന്ത് മതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ടാ. ഞാൻ പെട്ടു. ഇവിടം വരെ വന്നിട്ട് അവ പിടിച്ചു പോയി. എവിടെയോ എന്തോ ഒരു തകരാറ്. ഉണ്ണിയമ്മേ, കുടുംബിയെ ഞാൻ പിടിച്ചു. പ്രഹസനങ്ങൾക്കൊടുവിൽ നമ്മുടെ നിഹാൽ തന്നെ ഉണ്ടോ വിന്നറായത്. ആളെപ്പോഴും മെയിനാണ്. അപ്പോൾ എന്തായാലും എല്ലാ പരിപാടികളും പ്ലാൻ ചെയ്ത പോലെ ആയില്ലെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണങ്ങളൊക്കെ വെച്ചിട്ട്, അതായത് UK വന്നിട്ടുള്ള ഓണം വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ ഓണം കുറച്ചധികം കളറാണ്, കുറച്ചധികം മൊമെന്റ്സ് തന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.